ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് വളരെ മനോഹരമായ പൈലിയ പ്ലാന്റ് ആണ്. ഇതിനെ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നറിയപ്പെടുന്നു. കാരണം ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇതിന്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് വളർന്നു വരും. അതുകൊണ്ട് ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത്. ഫ്രണ്ട്സ് ചെടി വയ്ക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നത് അറിയപ്പെടുന്നത്. പിന്നെ ഇതിനെ കോയിൻ പ്ലാന്റ് എന്ന് പറയും, ചൈനീസ് മണി പ്ലാന്റ് എന്നും പറയും. ചൈനീസ് വെക്കുന്നത് ഇത് ലക്കും മണിയൊക്കെ കൊണ്ടുവരുമെന്നാണ്. അതുകൊണ്ടാണ് ചൈനീസ് മണി പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. കോയിൻ പ്ലാന്റ് എന്നറിയപ്പെടാൻ കാരണവും ഇത് വിജയിക്കാൻ വേണ്ടി പ്ലാന്റിന്റെ പോട്ടിന്റെ മണ്ണിന്റെ മുകളിലായിട്ട് ഒരു കോയിൻ വെക്കുകയാണെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് കോയിൻ പ്ലാന്റ് എന്നത് അറിയപ്പെടുന്നത്. പലതരം വെറൈറ്റീസ് ഉണ്ട് ഇതിന്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം പൈലിയ ഇൻവോർട്ടിക്രാറ്റ എന്നാണ്. ഇതിന്റെ നേറ്റീവ് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയാണ്. ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു പകല് കുറേ മണിക്കൂറുകൾ തന്നെ സൺലൈറ്റ് ആവശ്യമുണ്ട്. പക്ഷെ ഇതുപോലെ ഫുൾ സണ്ണിൽ വെക്കരുത്. കുറച്ച് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന, ഇത് കാടിന്റെ ഫ്ലോറിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്ന, ഇപ്പം ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് വിൻഡോ സൈഡിൽ നന്നായിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന വിൻഡോ സൈഡിൽ വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കും. മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന് 100ലധികം വെറൈറ്റീസ് ഉണ്ട്. പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇതിന്റെ സ്റ്റെം വളരെ സെൻസിറ്റീവാണ്. തൊട്ടാൽ തന്നെ ഒടിഞ്ഞു പോകും. അത് പെട്ടെന്ന് തന്നെ അടുത്തൊരു പോട്ടിലേക്ക് കുഴിച്ചു വെച്ചാൽ മതി. അത് വേറൊരു പ്ലാന്റ് ആയിട്ട് വളർന്നു വരും. നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ ചൂട് ചീഞ്ഞു പോകും. അതുകൊണ്ട് മണ്ണ് ഡ്രൈ ആയോ നോക്കിയതിന് ശേഷം മാത്രമേ ഇത് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. 2 ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഇതിന്റെ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഡ്രെയിനേജ് നന്നായിട്ട് പ്രോപ്പർ ആണോ എന്ന് കെയർ ചെയ്തിട്ട് വേണം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ലോ മെയിൻ്റനൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിനധികം കെയർ ഒന്നും വേണ്ട. ഇതിന് ഫെർട്ടിലൈസർ ഒന്നും ഇട്ടില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. നമുക്ക് ചാണകപ്പൊടി 2-3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഗ്രീൻ വെറൈറ്റി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രീനിൽ സിൽവർ കളറുള്ള വെറൈറ്റിയെ അലുമിനിയം പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അലുമിനിയം ഷെയ്ഡ് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടുത്ത പ്ലാന്റുമായിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം.